പരമാവധി വിട്ടുവീഴ്ച ചെയ്യണം, പരമാവധി ആ ചെറിയ പെൺകുട്ടികളെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കണം എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞുവല്ലോ. അതിനോടനുബന്ധം ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, സ്വന്തം ഉമ്മയേക്കാൾ ഭർത്താവിന്റെ ഉമ്മയെ ബഹുമാനിക്കണം, ഭർത്താവിന്റെ ഉമ്മയെ സ്നേഹിക്കണം, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി നമുക്ക് മരിക്കാൻ കഴിയണം. അതിന് ഭർത്താവിന്റെ ഉമ്മന്റെ പൊരുത്തം കിട്ടണ്ടേ? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദാബുകൾ പഠിപ്പിക്കുമ്പോൾ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഒന്നാമതായി കിതാബുൽ അദബ് എന്ന് പറഞ്ഞ് അദബുകൾ, മര്യാദകൾ പറയാനുള്ള ഭാഗം കൊണ്ടുവന്നപ്പോൾ ഒന്നാമതായി കൊണ്ടുവന്നത് കുടുംബബന്ധം ചേർക്കാനാണ്, നന്മകൾ ചെയ്യാനാണ്, അതിനുപദേശിക്കുന്ന അതായത്തും ഹദീസുമാണ്. അതിൽ ഒന്നാമതായി പറഞ്ഞു വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ, മനുഷ്യനോട് നമ്മുടെ വസിയ്യത്ത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന ഒരധ്യായം കൊണ്ടുവന്നതിന് ശേഷം രണ്ടാമതായി മാതാവിനെയും പിതാവിനെയും ഒന്നിച്ച് പറഞ്ഞതിന് ശേഷം, അതെ, ഇന്നലെ ഞാൻ അതിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി കൊണ്ടുവരുന്ന അധ്യായം ബാബു മൻ അഹഖുൻ നാസി ബിഹുസ്നി സുഹ്ബാ, ഏറ്റവും നല്ല സഹവാസം, ഏറ്റവും നല്ല പെരുമാറ്റം, ഏറ്റവും നല്ല സ്വഭാവം ആർക്കാണ് നാം വകവെച്ചു കൊടുക്കേണ്ടത് എന്ന് പറയുന്ന അധ്യായം. അതിനേറ്റവും അർഹതപ്പെട്ട ആളാണ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വരുന്നു ഒരാള്, ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അഹഖു ബിഹുസ്നി സഹാബത്തി, ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാണ്? ഏറ്റവും നല്ല സഹവാസം കെട്ടേണ്ടത് ആരോടാണ്? ഞാൻ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത് ആർക്കാണ്? ആ സമയത്തോട്ട് മറുപടി, ഉമ്മുക, നിന്റെ മാതാവാണ്. ഏറ്റവും നന്നായി നീ പെരുമാറേണ്ടത് നിന്റെ ഉമ്മയോടാണ്. അപ്പൊ പിന്നെയും ചോദിക്കുന്നു, സുമ്മമൻ, പിന്നെ ആരോടാ നബിയെ? അവിടുന്ന് പറയുന്നു, ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ. പിന്നെയും ചോദിക്കുന്ന സുമ്മമൻ, പിന്നെ ആരോടാ നബിയെ? അപ്പോഴും പറയുന്നു, ഉമ്മുക, നിന്റെ ഉമ്മ തന്നെ. ഉമ്മയോട് ഏറ്റവും നല്ല പെരുമാറ്റം വേണം ചെറുപ്പക്കാരെ. വിവാഹം കഴിച്ച് ഭാര്യയുടെ കൂടെ ജീവിതം നയിക്കുന്നതോടുകൂടി ഉമ്മയെ അവഗണിക്കുന്ന മക്കളാകരുത്. ഉമ്മയെ പരിഗണിക്കുന്ന മക്കളായി തന്നെ ജീവിച്ച് മരിക്കണം. ഉമ്മയുടെ പൊരുത്തം വാങ്ങണം. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചുവടെയാണ് സ്വർഗം എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നാലാമത് പിന്നെയും സുമ്മമൻ, പിന്നെ ആരോടാണെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറയുന്നു, സുമ്മ അബൂക്ക്, പിന്നെ നിന്റെ പിതാവിനോട് നല്ല നിലക്ക് പെരുമാറണം. പിതാവുമായുള്ള സഹവാസം നന്നാക്കണം. ഉമ്മയെ 3 തവണ പറഞ്ഞതിന് ശേഷമാണ് ബാപ്പയെ പറഞ്ഞത് കേട്ടോ. സഹീഹുൽ ബുഖാരിയിലെ 5971 നമ്പർ ഹദീസാണത്. ബാപ്പ ഉമ്മ, അതിൽ ഉമ്മക്ക് വലിയ പരിഗണന. പലരും തെറ്റിദ്ധരിച്ചവരുണ്ട്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ അവഗണിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്. അവർ അല്ലാഹുവിന്റെ റസൂലിനെ പഠിക്കാത്തവരാണ്, അറിയാത്തവരാണ്, ചിന്തിക്കാത്തവരാണ്, മനസ്സിലാക്കാത്തവരാണ്. അവിടുന്ന് ഈ ആശയം പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം പരിഗണിക്കേണ്ടതുപോലെ എല്ലാവരെയും പരിഗണിച്ചിട്ടുണ്ട്. സ്ത്രീക്കാണ് 3 പ്രാവശ്യം പരിഗണന. പിന്നെ ആ ബാപ്പാനെ പറഞ്ഞു, ഉമ്മാനെയോ, ഉമ്മ തന്നെ സ്ത്രീയാന്ന് എല്ലാവരും പറഞ്ഞൂടെ? സഹോദരന്മാരെ, ഉമ്മക്കാണ് വലിയ സ്ഥാനം നൽകിയിട്ടുള്ളത്. സ്ത്രീക്ക് യാതൊരു അവഗണനയും ഇസ്ലാമിലില്ല. സ്ത്രീക്ക് വലിയ പരിഗണനയാണ്. എന്ന് മാത്രമല്ല, സ്ത്രീക്ക് വലിയ പരിഗണന എന്ന് പറഞ്ഞാൽ, ഞാൻ ബുർദ ബൈത്ത് ഇതിന്റെ മുമ്പുള്ള വരികൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊരു പ്രയാസവും ഇസ്ലാം ദീന് കൊടുത്തിട്ടില്ല. നല്ല സുഖസുന്ദരമായി രാജകീയമായി ജീവിക്കാനുള്ള സൗകര്യം ചെയ്തത്. അതുകൊണ്ടാണല്ലോ ഭർത്താവ് ഒന്നുകിൽ തെങ്ങ് കയറണം, അല്ലെങ്കിൽ കവുങ്ങ് കയറണം, അല്ലെ വേറെ ഏതെങ്കിലും മരത്തമ്മ കയറണം, അല്ലെങ്കിൽ ഡ്രൈവറാകണം, അല്ലെ വേറെ കേളിയനാകണം, അല്ലെ കണ്ടക്ടറാകണം, അല്ലെങ്കിൽ കടലിൽ പോകണം, അല്ലെ തടി പിടിക്കണം, അല്ലെങ്കിൽ
മരം മുറിക്കണം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിറക് വെട്ടാൻ പോകണം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തൊഴിലെടുക്കണം. എന്നിട്ടോ തൊഴിലെടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കണം, മക്കൾക്ക് ചെലവ് കൊടുക്കണം, സംഗതി അവൾക്ക് വീട് കൊടുക്കണം, അവൾക്ക് കിടപ്പറ കൊടുക്കണം, അവൾക്ക് ബെഡ് കൊടുക്കണം, അവൾക്ക് കിടക്കാനുള്ള കട്ടിൽ കൊടുക്കണം, അവൾക്കുള്ള സർവ്വ ഭക്ഷണങ്ങളും വെള്ളവും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു ചെലവും ഭാര്യക്ക് കൊടുത്തിട്ടില്ല. എല്ലാ ബാധ്യതകളും എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ ഭാരങ്ങളും പുരുഷന്മാർക്ക് വെച്ചു. സ്ത്രീകൾക്ക് എന്തൊരു സുഖ! ഇതെല്ലാം ചെയ്യുന്നതോടുകൂടി തന്നെ ഈ മനുഷ്യൻ 5 നേരവും പള്ളിയിൽ പോകണം. ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി 5 നേരം പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കണം. കഴിയുമെങ്കിൽ പരമാവധി ജമാഅത്തായിട്ട് നിസ്കരിക്കണം. വെള്ളിയാഴ്ച ഉച്ചക്ക് നാട്ടുച്ച വെയിലത്ത് പള്ളിയിലേക്ക് പോകണം. ഭാര്യയോ അവളെവിടെയും പോണ്ട, സ്ത്രീ എവിടെയും പോണ്ട. ഉപയുത്തുഹുന്ന ഖൈറുല്ലഹുന്ന. എന്തൊരു സുഖാണ്! ഒരേ നിസ്കരിച്ചാൽ അതാ പള്ളി നിസ്കരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ പ്രതിഫലം സ്ത്രീകൾക്ക് അല്ലാഹു തആല ആനുകൂല്യം നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് സന്തോഷത്തിന്റെ വാർത്ത പറയുന്നു. നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ വലിയ പ്രതിഫലമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തെ അട്ടിമറിക്കാൻ ഉദ്ദേശിക്കുന്നവർ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിനെ അട്ടിമറിക്കുമ്പോൾ അതിൽ പെട്ടുപോകരുതേ ഉമ്മമാരേ. വീട്ടിലാണ് നിങ്ങൾക്ക് ഖൈറെന്ന് പറഞ്ഞത്. നബിയൂനല്ലാമീറുൻ നഹീഫലാഹദു അബറാ ഫി ഖൗലിലാ മിൻഹു വലനമീം. എന്റെ ഭാര്യ എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. അതുകൊണ്ട് എന്റെ ഭാര്യ അവളതാ പള്ളിയിൽ പോകണമെന്ന് ഞാൻ പറയൂല. കാരണം എന്റെ ഭാര്യ സ്വർഗത്തിലെത്തണം, എന്റെ ഉമ്മ എന്റെ പെങ്ങന്മാര് സ്വർഗത്തിലെത്തണമെന്ന് ഞാൻ ആശിക്കുന്നു. അതുകൊണ്ട് അവരോട് പള്ളിയിൽ പോകാൻ ഞാൻ പറയൂല. അതുപോലെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയ വലിയ വലിയ പണ്ഡിതന്മാരില്ലേ? കന്യത്ത് ഉസ്താദിനെ കണ്ടില്ലേ? ഈക്ക ഉസ്താദിനെ കണ്ടില്ലേ? ഈഗന ഉസ്താദിനെ കണ്ടില്ലേ? അതിന്റെ മുമ്പ് ഖുതുബി തങ്ങളെ കണ്ടില്ലേ? അതേ, അങ്ങനെ എത്രയോ ആലിമീങ്ങളെ കണ്ടില്ലേ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ കണ്ടില്ലേ? പാണക്കാട് ബുക്കോയ തങ്ങളെ കണ്ടില്ലേ? അതുപോലെ എത്രയോ സയ്യിദന്മാരുള്ള ആൾ തങ്ങളെ കണ്ടില്ലേ? അതേ, ഒക്കെ ഉസ്താദിനെ കണ്ടില്ലേ? അങ്ങനെ എത്ര എത്ര ആലിമീങ്ങൾ, സയ്യിദന്മാർ, അവരൊക്കെ അവരെ ഭാര്യമാരും മക്കളും സ്വർഗത്തിൽ കടക്കണം അവരെ കൂടെ എന്ന് ആഗ്രഹിക്കുന്നതിനാൽ ഒരൊറ്റ പെണ്ണിനെയും പള്ളിയിലേക്ക് അയച്ചില്ല. അവിടുന്ന് അങ്ങോട്ട് ഇമാമിങ്ങളെ ചരിത്രം നോക്കിയാൽ ഒരു ഇമാമും പറഞ്ഞേറ്റില്ല. ഇമാം ശാഫിഈ വ്യക്തമായി അങ്ങ് പറഞ്ഞു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ ലഅമറൂഹുൻ നബി. ഒരു സഹാബിയും ഒരു പെണ്ണിനെയും പള്ളിയിൽ അയച്ചില്ല. താബിഈങ്ങളെ അയച്ചില്ല, തബഉ താബിഈങ്ങളെ അയച്ചില്ല. 3 നൂറ്റാണ്ടിലുള്ള മഹാന്മാര് പറഞ്ഞേറ്റില്ല. കാരണം എന്തേ? അവർക്കൊക്കെ ഭാര്യമാരും മക്കളുമൊക്കെ സ്വർഗത്തിൽ അവരെ കൂടെ വേണം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് ഐസ ബീവിയെ പള്ളിയിലേക്ക് ജുമഅക്ക് അയച്ചില്ല, ഫാത്തിമ ബീവിയെ അയച്ചില്ല. അത് തന്നെ മുറുകെ പിടിച്ച് ജീവിച്ച് മരിച്ചോ ഉമ്മമാരെ. ഇസ്ലാം ദീൻ അട്ടിമറിക്കുന്ന പുത്തൻവാദികളെ വാക്ക് കേട്ട് നിങ്ങളെ സ്വർഗം നഷ്ടപ്പെടുത്തണ്ട. അതൊക്കെ ഞാൻ വേറെയും ചില ദിവസങ്ങളിൽ പറഞ്ഞതുകൊണ്ട് ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഒന്നുകൂടി ഉണർത്തട്ടെ. അതാ സ്ത്രീകൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും പരിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹുവിന്റെ റസൂല് വകവെച്ചു കൊടുത്തു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുഴുവനും പുരുഷന് തന്നെ. കാരണം പുരുഷൻ അതിന് പറ്റുന്ന പ്രകൃതി ഉള്ളവനാണ്. ഇത് മേപ്പയ്യൂര് മണ്ഡലമല്ലേ? ഈ മേപ്പയ്യൂര് മണ്ഡലത്തിൽ ധാരാളം തെങ്ങില്ലേ, കവുങ്ങില്ലേ? പക്ഷേ തെങ്ങ് കയറ്റ തൊഴിലാളികളിൽ സ്ത്രീകളുണ്ടോ? അതേ, കവുങ്ങ് കയറി അടക്ക പറിക്കുന്ന തൊഴിലാളികളിൽ സ്ത്രീകളുണ്ടോ? എന്തേ ഇല്ലാത്തത്? എല്ലാവരും സുന്നികളായതുകൊണ്ടാണോ? അല്ല, അല്ല. സ്ത്രീകളുടെ പ്രകൃതി അതിനനുയോജ്യമല്ല.
പുരുഷന്മാരെ പോലെ തെങ്ങ് കയറാനും കവുങ്ങ് കയറാനും സ്ത്രീയുടെ പ്രകൃതി അത്രത്തോളം അനുയോജ്യമല്ല. അല്ലെങ്കിൽ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ കൂടുതലും തെങ്ങ് കയറ്റ തൊഴിലാളികൾ അമുസ്ലിം സഹോദരന്മാരല്ലേ? ഒരമുസ്ലിം സഹോദരിയും ഇന്നിവരെ തെങ്ങ് കയറാൻ വന്നത് കണ്ടില്ലല്ലോ. കവുങ്ങ് കയറിയിട്ട് അടക്ക പറിക്കാൻ വരുന്നത് കണ്ടില്ലല്ലോ. കാരണം എന്തേ? ആണും പെണ്ണും ഒരുപോലെയല്ല. ഖുർആൻ പറയുന്ന പുരുഷൻ പെണ്ണിനെ പോലെയല്ല. ആണും പെണ്ണും പ്രകൃതിപരമായ വ്യത്യാസമുണ്ട്. ഇനി നിങ്ങൾ കടപ്പുറത്തൊന്ന് പോകൂ, കൊയിലാണ്ടിയിൽ പോകൂ, കാപ്പാട് പോകൂ, അവിടെ കടൽ തൊഴിലാളികൾ എത്രയുണ്ട്. പക്ഷേ സ്ത്രീകൾ കടലിൽ പോകുന്ന തൊഴിലാളികളുണ്ടോ? ഇല്ലല്ലോ. എന്തേ? കാരണം എല്ലാവരും സുന്നികളായതുകൊണ്ടല്ല. അതേ മനുഷ്യന്റെ പ്രകൃതിപരമായ വ്യത്യാസം അത് അംഗീകരിക്കാതെ നിർവാഹമില്ല. അതേതെങ്കിലും പണ്ഡിതൻ പറയുമ്പോഴേക്ക് ആ പണ്ഡിതൻ പറയാത്ത കാര്യങ്ങൾ വലിച്ചിട്ട് ആരും കോലം കത്തിക്കേണ്ടതില്ല, ആരും വിമർശനത്തിന് ഇറങ്ങേണ്ടതില്ല. പറയുന്ന വാക്ക് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് സ്വർണം ധരിക്കാം, പട്ട് ധരിക്കാം, പുരുഷന്മാർക്ക് അങ്ങനെ ഒരു ആനുകൂല്യമില്ല. ഇസ്ലാമിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്. അത് ശക്തി അനുസരിച്ചുണ്ട്, അതേ ഓരോരുത്തരെയും പ്രകൃതി അനുസരിച്ചുണ്ട്. ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഓരോരുത്തരുടെയും പ്രകൃതിക്ക് അനുയോജ്യമായ നിയമങ്ങളും വ്യവസ്ഥകളും കൊടുത്തിട്ടുണ്ട്. അതല്ലേ ന്യായം, അതല്ലേ യുക്തി, അതല്ലേ ശരി. ആ ശരിയായ ആശയങ്ങളല്ലാതെ അതാണ് നബിയോ നൽ ആമീറൂൻ നഹീഫ ലാ അഹദു അബറ ഫി ഖൗലി ലാ മിൻഹു ലാ നഅമി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. മേപ്പയ്യൂര് അങ്ങാടിയിൽ പച്ചക്കറി കച്ചവടം നടക്കുന്ന കടയുണ്ട്. ഒരാൾ പച്ചക്കറി കടയിൽ ചെന്ന് 2 കിലോ മുരിങ്ങാക്കായ് വേണമെന്ന്. മുരിങ്ങാക്കായ് പൊതിഞ്ഞു കൊടുത്തു. ഇങ്ങനെ പൊതിഞ്ഞു കൊടുത്തത് നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറിച്ചിട്ടാ. മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറിച്ചിട്ടു എന്ന് പറഞ്ഞാൽ 2 തലയും പുറത്ത്. അങ്ങനെയാണ് മുരിങ്ങാക്കായ പൊതിഞ്ഞു കൊടുത്തത്. അതും വാങ്ങി ഇറങ്ങുമ്പോ ഇയാൾ മെല്ലെ അതാ ഒരു 10 പവനുള്ള ഒരു ആഭരണം വാങ്ങണം, മകന്റെ കല്യാണം എടുത്തിട്ടുണ്ട്, അത് ഇപ്പൊ തന്നെ അങ്ങ് വാങ്ങി വെക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ജ്വല്ലറി കയറി. ജ്വല്ലറിയിൽ നിന്ന് സ്വർണത്തിന്റെ ആഭരണം വാങ്ങി. അതെങ്ങനെയാ പൊതിഞ്ഞു കൊടുത്തത്? മുരിങ്ങാക്കായ പൊതിഞ്ഞ പോലെയാ? മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറിച്ചിട്ടാ? അല്ല, അതാദ്യം ഒരു നേരിയ കടലാസ്, പിന്നെ വേറൊരു കടലാസ്, പിന്നൊരു പെട്ടി, പിന്നൊരു സഞ്ചി. ഇത് വാങ്ങി വരുമ്പോ ഒരു ചങ്ങാതി പറയാ, കണ്ടോ സ്വർണത്തിന് സ്വാതന്ത്ര്യമില്ല, ഈ മുരിങ്ങാക്കായ്ക്ക് എന്തൊരു സ്വാതന്ത്ര്യ, മുരിങ്ങാക്കായ് കൊട്ടാകെ കാണിച്ചു കിടക്കുന്നതിന് ഒരു കുഴപ്പമില്ല, മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറച്ചാൽ മതി. അതേസമയത്ത് ഈ സ്വർണത്തിന് സ്വാതന്ത്ര്യം കൊടുത്തില്ല, ഈ ജ്വല്ലറിക്കാരൻ അനീതിക്കാരനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയാൾ എന്ത് മനസ്സിലാക്കും? ആ പറയുന്ന മാനസിക അസ്വസ്ഥതയാണ് എന്ന് മനസ്സിലാക്കും അല്ലേ? സ്വർണത്തിന് ബഹുമാനം നൽകണം, മുരിങ്ങാക്കായ്ക്ക് അത്ര ബഹുമാനം നൽകേണ്ടതില്ല. ഇതുപോലെ ആണും പെണ്ണും. പെണ്ണ് എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെടേണ്ടതാ. അതേ ആദരിക്കപ്പെടേണ്ടുന്നവരാ സ്ത്രീകള്. ആ ആദരവാ പറഞ്ഞത് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത്. ഉമ്മ ഉമ്മ ഉമ്മ, പിന്നെ ആ ബാപ്പാനെ പറഞ്ഞത്. അങ്ങനെ ആദരിക്കപ്പെടുന്നവരാണ് സ്ത്രീകൾ പരിശുദ്ധ ഇസ്ലാമിൽ. ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ടവരാണ് സ്ത്രീകൾ പരിശുദ്ധ ഇസ്ലാമിൽ. മുരിങ്ങാക്കായ പൊതിയും പോലെ പൊന്നു പൊതിഞ്ഞു കൊടുത്താൽ ആ പൊന്ന് ചിലപ്പം വീട്ടിലെത്തലുണ്ടാവില്ല, തട്ടിപ്പറിക്കാൻ പലരും ഉണ്ടാവും. അതേ സമയത്ത് മുരിങ്ങാക്കായോ അതെങ്ങനെ ഉണ്ടോ എല്ലാവരും തട്ടിപ്പറിക്കൂല. അതേത് വാതിര കൊണ്ടായാലും കുഴപ്പമില്ല. അതുകൊണ്ട് ആ സുബഹിന്റെ ജമാഅത്തിന് 4:45 ടോർച്ച് അടിച്ചിട്ട് പള്ളിയിലേക്ക് പുരുഷൻ പോയാൽ ഒരു കുഴപ്പം വരാനില്ല. വയസ്സ് 20 ആയിക്കോട്ടെ അല്ലെ 18 ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ടോർച്ച് അടിച്ചിട്ട് രാവിലെ സുബഹിക്ക് ഇങ്ങനെ പള്ളിയിൽ പോയാലോ, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പെണ്ണുങ്ങൾ പള്ളിയിൽ ജമാഅത്തിനും പോകണ്ടെന്ന് പറഞ്ഞത്. അള്ളാന്റെ ദീന് അട്ടിമറിക്കുന്നവര് അള്ളാഹുവിന്റെ ദീനിനോട് ചെയ്യുന്ന കടുത്ത വഞ്ചന മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ടതാണ്. ഓ സഹോദരന്മാരെ, ഞാനത് വിശദീകരിക്കുന്നില്ല. സ്ത്രീകളെ ഒരു നിലക്കും കുറവാക്കാൻ പറ്റൂല, സ്ത്രീകളെ ഒരു നിലക്കും നിന്ദിക്കാൻ പറ്റൂല. സ്ത്രീകളെ ഒരിക്കലും തന്നെ അവർക്ക് നാണക്കേടുണ്ടാക്കാൻ പറ്റില്ല.
സ്ത്രീകൾക്ക് വലിയ ആദരവും സ്നേഹവും കൽപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് അവർക്ക് ഒരു പ്രയാസവും ഇസ്ലാം കൊടുത്തില്ല. അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ, അവര് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച അവശിഷ്ടങ്ങൾ പല്ലിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ അവശിഷ്ടങ്ങൾ എടുക്കാനുള്ള വീർക്കലി കഷ്ണടക്കം ഭർത്താവ് എത്തിച്ചു കൊടുക്കണമെന്നാ. ഇനിയിപ്പോ മുസ്ലിയാരെ കൊണ്ടുവന്ന് കുടുങ്ങിന്ന് വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാ. പിന്നെ നിങ്ങൾ ചോദിക്കും, അതാ നമുക്ക് ഇത് ഭക്ഷണം ഉണ്ടാക്കി തരൽ സ്ത്രീകൾക്ക് നിർബന്ധമില്ല, നമ്മളെ വസ്ത്രം അലക്കി തരത്ത് നിർബന്ധമില്ല, നമുക്ക് ഒരു പണിയും എടുത്തു തരൽ നിർബന്ധമില്ല. ഭർത്താവ് വിളിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ പോകണം, അത് അവന്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി പോകണം, അവന് സന്തോഷം പങ്കിടാൻ വേണ്ടി ചെല്ലണം എന്നല്ലാതെ അവർക്ക് വസ്ത്രം അരക്കി തരലോ തേച്ച് തരലോ അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരലോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ ഇവിടെയൊക്കെ സ്ത്രീകൾ അത് ചെയ്തു കൊടുക്കാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഭാര്യ എനിക്ക് ചെയ്തു തരാറുണ്ട്. ഞാൻ അവളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി എനിക്ക് നിർബന്ധമൊന്നുമില്ല, നീ ചെയ്ത് കിട്ടിയാൽ അൽഹംദുലില്ലാ ശുക്രല്ലക്കി, നിനക്ക് നന്ദി എന്നല്ലാതെ ഒരു നിർബന്ധമില്ല. ഞാൻ അവളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീകൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാമിൽ. സ്ത്രീകൾ അധ്വാനിച്ച് അതാ ഭർത്താവ് തിന്നിക്കണം എന്നതല്ല ഇസ്ലാമിന്റെ നയം. സ്ത്രീകൾ നല്ല അച്ചടക്കത്തോടെ സന്തോഷത്തോടെ രാജകീയമായ പദവിയിൽ രാജ്ഞികൾ കൊട്ടാരത്തിലിരിക്കും പോലെ ഇരിക്കട്ടെ. അങ്ങനെയാ ഇസ്ലാം. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് സുബ്ഹാനല്ലാഹ് ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ അങ്ങനെ. ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മുഖ്യമന്ത്രി ഇവിടെ വരണമെങ്കിലേ മുഖ്യമന്ത്രിയുടെ കൂടെ കുറെ പോലീസുകാരൊക്കെ വേണോ, അല്ല മുഖ്യമന്ത്രിക്ക് വരാൻ പറ്റില്ല. പേരോടത്തരം മനസ്സിലായി കുറ്റിയാടി നേരങ്ങളിൽ ഒറ്റ പോലീസും വേണ്ട, നേർക്കേരെ കയറിങ്ങി വരാം. ഇതുപോലെ ആണുങ്ങൾ അടങ്ങി പോകാൻ ഒരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾ പോകുമ്പോഴോ ഹജ്ജിന് വേണമെങ്കിൽ വരെ കാണാനും തൊടാൻ പറ്റുന്ന ഒരു പുരുഷൻ വേണം, സെക്യൂരിറ്റി വേണം. കണ്ടോ, രാജകീയ പദവിയാ സ്ത്രീകൾക്ക് അല്ലാഹു തആല കൊടുത്തത്. അങ്ങനെ ഇസ്ലാം സ്ത്രീകൾക്ക് ഉന്നത പദവി നൽകിയ ദീനാൻ. സ്ത്രീകളെ നിന്ദിച്ച ദീനല്ല, സ്ത്രീകളെ അതാ തരം താഴ്ത്തിയ ദീനല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് ഉന്നതമായ സ്ഥാനമാണ് നൽകിയത്. ഇസ്ലാമിനെ ആരും തെറ്റിദ്ധരിക്കണ്ട, ആരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും വേണ്ട. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി പറയുന്നില്ല. സ്ത്രീകൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാമിലുള്ളത്. അതേസമയത്ത് പുരുഷന്മാർക്ക് വേറെ ചില വിഷയങ്ങളിൽ സ്ഥാനങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ. ചില വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് ചില നിയമം, പുരുഷന്മാർക്ക് മറ്റു ചില നിയമം. അതെന്തിനാണ്? അത് ഓരോരുത്തരുടെയും പ്രകൃതിയും ശക്തിയും കഴിവും സാഹചര്യവും അനുസരിച്ചുള്ള നിയമങ്ങളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൽകിയിട്ടുള്ളത്. ഇസ്ലാം ഒരിക്കലും സ്ത്രീകളെ അവഗണിച്ച മതമാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. സ്ത്രീകൾക്ക് പ്രകൃതിപരമായി മാസത്തിൽ ചില സ്ത്രീകൾക്ക് അതാ മാസത്തിൽ 6 or 7 ദിവസം നിർബന്ധമില്ല നിസ്കാരം. എന്നല്ല, നിസ്കാരം പാടില്ല, അല്ലേ സുഹൃത്തുക്കളെ? അതേപോലെ ചില സ്ത്രീകൾക്ക് മാസത്തിൽ 15 ദിവസം മെൻസസാണ്. അവർക്ക് മാസത്തിൽ 15 ദിവസവും നിസ്കാരം വേണ്ട. പുരുഷന്മാർ എല്ലാ ദിവസവും നിസ്കരിച്ചോളണം, അവർക്ക് അങ്ങനെ ഒരു ഇളവില്ല. ഇനി നിങ്ങൾ നോക്കൂ, പുരുഷന്മാർ മയ്യിത്ത് കൊണ്ടുപോകണം. സ്ത്രീകൾ പെണ്ണിന്റെ മയ്യിത്താണെങ്കിൽ പോലും അവർ കൊണ്ടുപോകണ്ട. പുരുഷന്മാര് മയ്യിത്ത് മറമാടണം, സ്ത്രീകൾ മറമാടണ്ട. പുരുഷന്മാര് ബാങ്ക് വിളിക്കണം, സ്ത്രീകൾ ബാങ്ക് വിളിക്കണ്ട. പുരുഷന്മാര് കുത്തുബോധണം, സ്ത്രീകൾ കുത്തുബോധണ്ട. പല കാര്യങ്ങളും പുരുഷന്മാർക്ക് നൽകി, ചിലത് സ്ത്രീകൾക്ക് നൽകി. അതൊക്കെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രകൃതിയും ശക്തിയും കഴിവുമനുസരിച്ചാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. അതാരും ചോദ്യം ചെയ്യാൻ മെനക്കെടണ്ട, അതാരും അട്ടിമറിക്കാനും നോക്കണ്ട. നബിയു നൽ ആമീറോ നഹീഫ ലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമീ. സുബ്ഹാനല്ലാഹ്. നമ്മളെ വടകര താലൂക്കിൽ, കൊയിലാണ്ടി താലൂക്കിൽ, കോഴിക്കോട് ജില്ലയിൽ, മറ്റു ജില്ലയിൽ എത്ര ആളുകൾക്കാണ് കുക്കിന്റെ വിസ കിട്ടിയത്? അറബികളുടെ കുക്കിന്റെ വിസ കിട്ടിയത്. എന്താ കാരണം? അതേ ഇസ്ലാമിലൊരു നിയമമുണ്ട്. സ്വന്തം ഭാര്യ സ്വന്തം ഭക്ഷണം പാകം ചെയ്ത് പതിവുള്ള കുടുംബത്തിൽ നിന്നല്ല വന്നത്. അവളെ വീട്ടിൽ സ്വന്തം ഭക്ഷണം പാകം ചെയ്യുന്ന പതിവില്ല. അങ്ങനെയുള്ള വീട്ടിൽ നിന്നാണ് സ്ത്രീകൾ നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതെങ്കിൽ
ആ സ്ത്രീകളെ ഭക്ഷണം പാകം ചെയ്യാൻ ഭർത്താവ് ഒരു സർവന്റിനെ നിശ്ചയിച്ചു കൊടുക്കണം, ഒരു കുക്കിനെ നിശ്ചയിച്ചു കൊടുക്കണം. ഇനി അദ്ദേഹം തന്നെ അടുക്കളയിൽ പോയാലും കുഴപ്പമില്ല, ഭാര്യയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇസ്ലാമിന്റെ നിയമമാണ്. അതുകൊണ്ട് ആ സുഹൃത്തുക്കളെ കുക്കിന്റെ വിസ ധാരാളം പാസ്സായി കിട്ടുന്നത് അറബികൾ ആ നിയമം ജീവിതത്തിൽ പകർത്തുകയാണ്. അവരെ ഭാര്യമാർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവരതാ പാചകക്കാരെ കൊണ്ടുവരികയാണ്. ഇസ്ലാം എന്താണെന്ന് ഗ്രഹിക്കാതെ, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനം മനസ്സിലാക്കാതെ, സ്വന്തം സ്ത്രീകളെ അടിമപ്പെണ്ണിനെ പോലെ പണിയുമെടുപ്പിച്ചിട്ട് ഒരു നല്ല വസ്ത്രം പോലും വാങ്ങിച്ചു കൊടുക്കാതെ ആ പെണ്ണിനെ സ്വന്തം ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കാനും മറ്റും പ്രയാസപ്പെടുത്തിയിട്ട് ഞങ്ങളാണ് ഈ പെണ്ണുങ്ങൾക്ക് എല്ലാം ചെയ്തു കൊടുത്തവരെന്ന് അഭിമാനിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഇസ്ലാം പഠിക്കണേ, ഇസ്ലാം പെണ്ണിന് കൊടുത്ത സ്ഥാനം ഗ്രഹിക്കണേ. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നലെ ഞാൻ ജിഹാദ് എന്ന വാക്കിന് അധ്വാനം എന്നർത്ഥം പറഞ്ഞു. ജിഹാദ് എന്ന വാക്ക് വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഒരു വാക്കാണ്. അത് തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർ